കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു സ്ത്രീവിരുദ്ധ പ്രസ്താവന. പീഡനം നടന്നാൽ അത് പീഡിപ്പിച്ച ആളുകളുടെ വ്യക്തിപരമായ കാരണങ്ങളല്ലേ, അതിൽ നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. സംവിധായകനും നിർമ്മാതാവും നടനുമായ രഞ്ജിത്തിനെ യുവനടിയുടെ പീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത്. പീഡനം നടന്നാൽ അത് പീഡിപ്പിച്ച ആളുകളുടെ വ്യക്തിപരമായ കാരണങ്ങളല്ലേ, അതിൽ നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. സിനിമാ ഫീൽഡിലോ രാഷ്ട്രീയ ഫീൽഡിലോ ഒക്കെ ഉള്ള ആളുകളാകുമ്പോൾ അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം എപ്പോഴും പറയുന്നത് പോലെ വ്യക്തിപരമായി ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് എന്നിവർ നടത്തിയ പീഡനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതവരുടെ വ്യക്തിപരമായ വിഷയമാണെന്ന് പറഞ്ഞ് രമേശ് നിസ്സാരവൽക്കരിച്ചിരുന്നു. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് കോടതിയിൽ ജാമ്യം തേടി. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയെയാണ് മുൻകൂർ ജാമ്യം തേടി സമീപിച്ചത്. പാലക്കാട്ടെ അഭിഭാഷകൻ മുഖേനയാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിരപരാധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രശോഭ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഈ മാസം 4-ന് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി പരിഗണിച്ചേക്കും. ജനം, പാലക്കാട്.